ശ്രീ ശബരിനാഥൻ, നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടക്കാൻ ഇരിക്കുമ്പോഴാണ് തേർഡ് കൺസിക്യൂട്ടീവ് ടേം വിജയം, തുടർന്ന് ഏറ്റവും അധികം വർഷം പ്രധാനമന്ത്രിയായിരുന്ന ആൾ തുടങ്ങിയവയൊക്കെ ലക്ഷ്യം വെക്കുമ്പോഴാണ് കെജ്രിവാൾ ഇങ്ങനെ പറയുന്നത്. നരേന്ദ്രമോദി റിട്ടയർ ചെയ്യാൻ പോവാണ്, അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രിയായി വരും. ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അതൊരു ഇളക്കം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിനപ്പുറത്ത് വസ്തുതാപരമാവുമോ? ഇല്ല, ഇത് നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു പോയിന്റാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശ്രീ കേജ്രിവാൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് പോയിന്റിന് കാരണവുമുണ്ടല്ലോ. കാരണം 75 വയസ്സിന് കഴിഞ്ഞ ആളുകളൊക്കെ മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് പോകണമെന്ന് മുരളി മനോഹർ ജോഷിയുടെ കേസിലും അഡ്വാനിയുടെ കേസിലും ഒക്കെ തീരുമാനമെടുത്ത ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഇവിടുന്ന് സന്ദീപ് വാര്യർ നരേന്ദ്രമോദി 75 വയസ്സാവും മാറുമോ ഇല്ലയോ, അവർക്കെല്ലാം RSSകാരാണ്, താഴെ നിന്ന് വന്ന ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും 2047 വരെ മോദി എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? ഈ സർക്കാർ അപ്പം 2 ടേമല്ല 3 ടേമല്ല, അമൃത് കാലം എന്ന് പറഞ്ഞാൽ തീരുന്നത് 2047 സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വർഷം വരെ ഇവിടെ മോദി കാണുമെന്നുള്ള പ്രചരണം നടത്തിയ ആളുകൾ തന്നെ ഇപ്പോൾ മോദി അല്ലാതെ മറ്റൊരാളെന്നൊരു ചോദ്യത്തിലേക്ക് എത്തേണ്ട ഒരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഒരു കാര്യം വളരെ ക്ലിയറാണ് അഭിലാഷ്, കഴിഞ്ഞ ഈ ഇലക്ഷൻ തുടങ്ങിയ നാൾക്ക് മുതൽ കാറ്റ് മാറി തുടങ്ങി എന്നുള്ളത് BJPക്കാർക്ക് പോലും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് തയ്യാറാവുന്നതിന് മുമ്പ് ഒരല്പനേരം ഇന്ത്യ ടുഡേ, കഴിഞ്ഞ നമ്മളൊക്കെ വായിക്കുന്ന സ്വതന്ത്ര മീഡിയ ആണെങ്കിലും കഴിഞ്ഞ 2-3-4 വർഷമായി വളരെയധികം മോദി സ്തുതി നടത്തി. അവരുടെ എല്ലാ മൂഡ് ഓഫ് ദ നേഷൻ സ്റ്റഡിക്കകത്തും മോദി 300 സീറ്റ് കിട്ടും, 350 കിട്ടും, ഏറ്റവും വലിയ പോപ്പുലർ മോദിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ ടുഡേ എഡിറ്റർ ശ്രീ രാജ് ചെങ്കപ്പയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു നോ വേവ് ഇലക്ഷൻ എന്നുള്ളതാണ്. ഒരു തരംഗമില്ലാത്ത ഇലക്ഷനാണ് 2024 ഇലക്ഷൻ എന്ന് BJPക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ഇന്ത്യ ടുഡേ പറയുമ്പോൾ ആ തരംഗം BJPക്ക് എതിരെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ അവർ കിട്ടുന്നതാണ്. അവരുടെ പല വോട്ടർ സർവേ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ അവർക്ക് എക്സിറ്റ് പോൾ നടത്തിയപ്പോൾ ലഭിച്ച ചില ലാഞ്ചനകളായിരിക്കാം. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി ഒരു 3ാം വട്ടം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിന് ശ്രീ കേജ്രിവാൾ പറഞ്ഞത് നരേന്ദ്രമോദിയും BJPയും വരികയില്ല, അഥവാ ഇനി അവർ വല്ലതും 220 സീറ്റ് കടന്നു വന്നാൽ ഇനി അമിത്ഷാ പ്രധാനമന്ത്രിയാവുമെന്ന് പറയുന്നതിന് കാര്യത്തെ അപ്പോൾ തന്നെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ എന്തു പറഞ്ഞാലും അവരുടെ മതവർഗീയത കൊണ്ടും അവരുടെ രാഷ്ട്രീയങ്ങളും അവരുടെ വലിയൊരു പ്രചണ്ഡമായ പ്രചരണം കൊണ്ടും ഫ്രണ്ട് ഫുട്ടിൽ ഇരുന്നിരുന്ന BJP ഇന്ന് ഫ്രണ്ട് ഫുട്ടിലല്ല, അവർ ഡിഫൻസിൽ കളിക്കുകയാണ്. സാധാരണ ഇലക്ഷനൊക്കെ അറിയാമല്ലോ, അവർ 400 സീറ്റ് 500 സീറ്റ് 600 സീറ്റ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യം പറഞ്ഞു നടക്കുകയാണ്. ഇവിടെ ആണ് ഖാലിസ്ഥാനിയായിട്ട് ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുന്നു, കോൺഗ്രസ് ജയിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന ഒരു ഡിബേറ്റിലേക്ക് BJP എത്തുന്നത് തന്നെ അവർ ഇന്ത്യ മുന്നണിയും കോൺഗ്രസിനെയും ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാറ്റുവാൻ ചിന്തിക്കുകയാണ്. 284 സീറ്റുകൾ, 50% കൂടുതൽ സീറ്റുകൾ പോളിംഗ് കഴിഞ്ഞു. ബാക്കിയുള്ള സീറ്റുകൾ ഇനി വരാവുന്നത് ബീഹാർ അടക്കമുള്ള UP അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒരു എഡ്ജ് ഉണ്ടാകുമെന്ന് BJP അനുകൂല ചാനലുകൾ, ഞാൻ പറഞ്ഞ ചെങ്കപ്പ അടക്കം രാജ്ദീപ് സർദേശായി അടക്കമുള്ള ആളുകൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പോലും ഈ പറഞ്ഞ ചർച്ചകൾ കഴിഞ്ഞൊരു 8 വർഷമായി കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള പ്രതിപക്ഷ അനുകൂലമായിട്ടുള്ള ഒരു ചർച്ച പോലും നടത്താത്ത ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഇന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയെ കുറിച്ച് ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് BJP അല്ലാതെ മുന്നണിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ടെങ്കിൽ കാറ്റ് വളരെ വ്യക്തമായി വീശുകയാണ്. നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന്റെ ഭരണം ഈ ജൂൺ 4-ാം തീയതി അവസാനിക്കാൻ പോകുന്നു. ശരി, എന്തായാലും മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ച ദേശീയ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ എങ്ങാനും ഇനി ഇന്ത്യ ജയിച്ചാലോ എന്നൊരു തോന്നലും ഉണ്ടാവാം. എന്തായാലും വരട്ടെ, റിസൾട്ട് വരട്ടെ.